Hello, beautiful people. Welcome back to my YouTube channel. This is me, Farita. കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷന് ഞാനും എൻ്റെ മദറും കൂടി എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയേക്കായിരുന്നു. അതായത് ബാംഗ്ലൂർ പോയേക്കായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. ബോത്ത് ഓഫ് ദം ആർ വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ. സോ ഞങ്ങൾ വെക്കേഷനൊക്കെ അല്ലേ, അവിടെ പോയിട്ടൊന്ന് വൈബാക്കി വരാം, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം എന്ന് വിചാരിച്ച് പോയതാണ്. സോ ലൈക്ക് എവ്രി വിമൻ, എക്സ്പ്ലോർ ചെയ്യുക ഇസ് അനദർ വേർഡ് ഫോർ ഷോപ്പിംഗ് അല്ലേ. അപ്പം ഞങ്ങളും അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചേ ഉള്ളൂ. അപ്പോൾ ഐ തോട്ട് ഈ കാര്യങ്ങൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന്. ഫസ്റ്റ് ഞാൻ പോയത് ഐക്കിയയിലായിരുന്നു, ബാംഗ്ലൂർ ഐക്കിയ. ഓക്കെ, അപ്പം നമുക്ക് ഐക്കിയെന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ഐക്കിയെന്ന് വാങ്ങിയത് ഈ ഒരു ത്രോ ആണ്. ഇത് ബേസിക്കലി നമ്മുടെ സോഫയിലൊക്കെ ഇടുന്ന സാധനമാണ്. ഐ വാസ് ഇൻ സെർച്ച് ഓഫ് എ ഗുഡ് ത്രോ. അങ്ങനെ എനിക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടിയതാണ്. ഇതിന്റെ റേറ്റ് 839 ആണ് ഇതിൽ കൊടുത്തേക്കണം. ബട്ട് ഐ ഗോട്ട് ദിസ് ഫോർ ആൻ ഓഫർ 599 699 അങ്ങനെ എന്തിനുമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെറ്റൽസ്, ഡ്രൈഡ് പെറ്റൽസ് വരുന്ന കാര്യമാണ്. ഇത് എന്തിനാ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എനിക്ക് കണ്ടു, ഇഷ്ടമായി, ഞാൻ എടുത്തു, അങ്ങനെ വാങ്ങിച്ചിട്ട്. അല്ലാണ്ട് ഭയങ്കര എസെൻഷ്യൽ എന്ന് പറയാൻ വേണ്ടി വാങ്ങിച്ചതല്ലായിരുന്നു. ലൂഫ കുളിക്കണം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഞാൻ. പക്ഷെ ലൂഫ യൂസ് ചെയ്യാത്ത ഒരാളാട്ടോ. ഇതെന്താ വാങ്ങിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ മൈ മം ബോട്ട് പാക്കറ്റ് ഓഫ് 3. എന്നിട്ട് അതിൽ ഒരെണ്ണം സിസ്റ്ററിനും എടുത്തു, ഒരെണ്ണം ഉമ്മച്ചി എടുത്തു, ആൻഡ് ഒബ്വിയസ്ലി ഒരെണ്ണം എനിക്കാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അടുത്തത് ഓക്കെ, ഇത് മറ്റേ ബേബീസിന് യൂസ് ചെയ്യുന്ന കട്ട്ലറി സെറ്റ് ആണ്. ഇതൊരു നൈഫ്, ഫോർക്ക്, സ്പൂൺ, ഇങ്ങനെ 3 എണ്ണം അങ്ങനത്തെ ഓരോ കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ 6 കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം 2 എണ്ണം ഇത്താത്ത എടുത്തു, 2 എണ്ണം ഉമ്മച്ചി എടുത്തു, 2 എണ്ണം ഞാൻ എടുത്തു. എനിക്ക് കിട്ടിയ 2 കളേഴ്സ് ആണ് യെല്ലോ ആൻഡ് ഒരു ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ ഒക്കെ, ഒരു പേസ്റ്റൽ പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയാൻ പാകത്തിന് ഒരു ഷെയ്ഡാണിത്. പിന്നെ അഗെയിൻ ഐക്കിയെന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു നമ്മുടെ കട്ട്ലറി ഹോൾഡർ ആണിത്. എസെൻഷ്യൽ ആയിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചതാട്ടോ. ജസ്റ്റ് ഒരു സ്റ്റീലിന്റെ കട്ട്ലറി ഹോൾഡർ, നോർമൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഈ നാട്ടിൽ കിട്ടുന്ന നോർമൽ കട്ട്ലറി ഹോൾഡർ. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഇത്രയും ബൗൾസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈ ഒരു ബൗളാണ്, ചെറിയ ബൗളാണ്. ഇതിന് 70 രൂപ ഉണ്ടായിരുന്നുള്ളൂ, 70 rupees ഓഫറിൽ കിടന്നതായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതാണ്. ഓക്കെ, ദെൻ അതിന്റെ തന്നെ കുറച്ചുകൂടി വലുത്, എനിക്ക് തോന്നുന്നത് പാസ്ത പ്ലേറ്റ്സ് പോലത്തെ, ഇതിനെ പാസ്ത പ്ലേറ്റ് എന്നല്ലേ പറയുന്നത്, പാസ്ത പ്ലേറ്റ്സ് പോലത്തെ പ്ലേറ്റ്സ് ആണ്. ഇത് 2 എണ്ണം വാങ്ങിച്ചു. ഇത് രണ്ടിനും 70 തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ ഒരു ബ്ലാക്ക് കളർ വാങ്ങിച്ചു. എനിക്ക് ബേസിക്കലി ബ്ലാക്ക് കളർ വെസൽസ് ആണ് കൂടുതലും ഇഷ്ടം, യൂട്ടൻസിൽസ് ആണ് കൂടുതലും ഇഷ്ടം. എൻ്റെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ വെക്കുന്ന പ്ലേറ്റ്സ് ബ്ലാക്ക് കളറാണ്. അപ്പം എനിക്കാണെങ്കിൽ ബ്ലാക്ക് കളർ ബൗൾ ഉണ്ടായില്ല. എനിക്കപ്പോൾ അത് വേണമെന്ന് ഭയങ്കരമായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ കളർ ബൗൾസ് ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടപ്പോൾ ഇറ്റ് വാസ് ഈവൻ അഫോർഡബിൾ. ഞാൻ റേറ്റ് ഓർക്കുന്നില്ല, പക്ഷെ ഇറ്റ് വാസ് അഫോർഡബിൾ. അതുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ, റേറ്റ് കുറവായതുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഗ്രീൻ, ഒരു എന്തോ ഒരു ഗ്രീൻ കളറിലുള്ള, ഐ ഡോണ്ട് നോ ഏത് ഗ്രീനാണെന്നൊന്നും എനിക്ക് ചോദിക്കില്ല, ഒരു ഗ്രീൻ, എനിക്ക് ഈ ഗ്രീൻ അല്ല കേട്ടോ, എന്നാലും ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു പ്ലേറ്റ്. ഇത് നല്ല രസമായിരിക്കും പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി, സെർവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്കിഷ്ടമായി. നമ്മുടെ വിങ്സ് ഒക്കെ ഇങ്ങനെ ഇത് ചെയ്ത് വെച്ച് അടിപൊളിയായിരിക്കും കാണാൻ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചത്. ഇത് അത്ര അഫോർഡബിൾ അല്ലായിരുന്നു. അപ്പൊ അത്രയും സാധനങ്ങളാണ് നമ്മൾ ഐക്കിയെന്ന് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലായിരുന്നു പോയത്. നെക്സ്റ്റ് എന്തുവാണ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് അത് കാണാം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സൺഗ്ലാസ് ആണ്. നമ്മൾ ബേസിക്കലി സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരു സാധനമല്ലേ സൺഗ്ലാസ്, ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പം അങ്ങനെ ഒരു 220 250 അങ്ങനെ എന്തോ റുപ്പീസിന് വാങ്ങിച്ച ഒരു സൺഗ്ലാസ് ആണിത്. ഞാൻ വെച്ച് കാണിക്കുന്നില്ല, ഞാൻ വെച്ചാൽ നല്ല അലമ്പായിരിക്കും. അടുത്തത്, എനിക്ക് ആക്സസറൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കമ്മല്, മാല, വള ഇങ്ങനെയൊക്കെ ഇട്ട്, വളയല്ല കേട്ടോ, വാച്ച്, മോതിരം, പിന്നെ ചെരുപ്പ്, ബാഗ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി നന്നായിട്ട് ജ്വല്ലറി വാങ്ങിക്കുന്ന ഒരാളാണ് കേട്ടോ. സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ സൺഗ്ലാസ് പോലെ തന്നെ ഭയങ്കര കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമായിരിക്കും ഇയറിങ്സും ചെയിൻസും ഒക്കെ. സോ ഞാൻ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് ഫസ്റ്റ് ഞാൻ അതല്ലാണ്ട്
ഒരു സാധനം മാത്രം എക്സ്ട്രാ കിടപ്പുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഞാൻ പോയത് ക്രിസ്മസിന്റെ ടൈമിലായിരുന്നല്ലോ, അപ്പൊ ശോഭ മോളുടെ താഴെ സ്റ്റോൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഇയറിംഗ് ആണിത്. ഹാർട്ട് ഷേപ്ഡ് ഇയറിംഗ് ആണ്. നല്ല രസമാണ്, നല്ല ക്യൂട്ടാണ്. ഇത് ആന്റി ടാർണിഷ് ആട്ടോ, ആന്റി ടാർണിഷ് ആണ്. ഞാൻ 100 രൂപയുടെ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച ഇയറിംഗ്സ് ആണ് ഇത്. സിൽവർ കളേർഡ് ഇയറിംഗ്സ്. ആക്ച്വലി നല്ല രസം ഉണ്ടാവും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അടുത്തത് എനിക്ക് സ്ട്രീറ്റ് ഷോപ്പിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇയറിംഗ് ആണ്. ഇത് ചോദിച്ചത് 630 അങ്ങനെ 675 അങ്ങനെ എന്തോ ആയിരുന്നു. 675 ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും, കാരണം നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് അത്രയും കൊടുത്ത് വാങ്ങിക്കാൻ തോന്നത്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്തിട്ട് 500 അവർ തന്ന ഒരു ഇയറിംഗ് ആണിത്. ഐ എം ഇൻ ലവ് വിത്ത് ദിസ് ഇയറിംഗ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായ ഒരു ഇയറിംഗ് ആണ്. ഇതൊരു വൈറ്റ് ആൻഡ് ഗോൾഡൻ കളറിലാണ്. നല്ല പേൾസ് ഒക്കെ വന്നിട്ട് നല്ല ഹെവി ആണ്. ആകെ ഉള്ളൊരു ഡീമറേറ്റ് അതാട്ടോ, നമ്മുടെ കാത് നന്നായിട്ട് തൂങ്ങും. അപ്പൊ ബാക്കിൽ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ട് വേണ്ടി വരും ഇതിടാൻ. അല്ലാണ്ട് ഇത് ഭയങ്കര രസമാണ്. ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യാണ് ഇത് പെയർ ചെയ്ത് ഒരു ഔട്ട്ഫിറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കെ വന്നാലാണല്ലോ നമുക്ക് ഇത് ഇടാൻ പറ്റത്തുള്ളൂ, ഹെവി ആയതുകൊണ്ട്. അപ്പൊ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. നല്ല രസമുണ്ട് ഇത്. 500 വാങ്ങിച്ചേ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു രാജസ്ഥാനി നെക്ക് പീസ് ആണ്. 150 rupees ആയിരുന്നു. ഇങ്ങനെ വരും. ഇത് നല്ല സാരിയുടെ കൂടെ, നല്ല ബ്ലാക്ക് സാരിയുടെ കൂടെ ഉണ്ടല്ലോ. ദിസ് വിൽ ലുക്ക് സോ ഗുഡ്. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഞാൻ വാങ്ങിച്ച ഓർണമെന്റ്സ്. ഇനി ചെരുപ്പ് കാണിച്ചു തരാം. ആസ് ഐ ടോൾഡ്, എനിക്ക് ആക്സസറീസിന് നെക്സ്റ്റ് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചെരുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. ഇതാണ് ഒരെണ്ണം. ഇതൊരു ന്യൂട്രൽ ബെയ്ജ് ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. ബെയ്ജ് അല്ല കേട്ടോ, പക്ഷെ എന്നാലും ഒരു ന്യൂഡ് ഷെയ്ഡിൽ വരുന്നതാണ്. ബ്ലോക്ക് ഹീൽസ് ആണ്. ഗൈസ്, ഗസ് ദ പ്രൈസ്. ദിസ് ഇസ് ജസ്റ്റ് ഫോർ 250 rupees. ഇതിന് നമ്മൾ നോർമലി വെസ്റ്റ് സൈഡിന്റെ ഒക്കെ ചെരുപ്പ് അല്ലെങ്കിൽ നല്ല നല്ല ചെരുപ്പ് വാങ്ങിച്ചിടുന്നത് പോലെ ഒന്നും കമ്പയർ ചെയ്യല്ലേ. ഇത് 250 rupees ക്വാളിറ്റിയേ ഉള്ളൂ. പക്ഷെ 250 rupees നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ കുറച്ചൊരു ഹൈ ഹീൽസ് ആണ് വാങ്ങിച്ചത്. ഇത് നേരത്തെ ആ കമ്മലിന്റെ കാര്യം പറഞ്ഞ പോലെ കേട്ടോ. ഇത് സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണെങ്കിലും കുറച്ച് റേറ്റ് ഉണ്ട്. നമ്മുടെ നോർമൽ കടയുടെ ഒന്നും റേറ്റ് ഇല്ല, പക്ഷെ സ്ട്രീറ്റ് ഷോപ്പിംഗിൽ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ വരുന്നത്. ഇത്രയും ഹീലുണ്ട്, ഇങ്ങനെ വരും. ബ്ലാക്ക് ആൻഡ് ഒരു സിൽവർ ഇതിലാണ് വരുന്നത്. ഇതിന് 1200 സംതിങ് പറഞ്ഞു. 1000-നാണ് അവർ തന്നത്. ഓക്കെ, ഇതും നല്ല രസമുണ്ട്. ഭയങ്കര ഒരു ഷീക്ക് ലുക്ക് ഒക്കെ ഉണ്ട് ഇത് ഇടുമ്പോൾ. ദിസ് ഇസ് ഇറ്റ്. മാറ്റി വെക്കട്ടെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്യൂട്ട് വീടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കിടക്കാൻ പാകത്തിനുള്ള ഒരു ക്യൂട്ട് സാൻഡൽസ് ആണ്. എനിക്കിതുപോലത്തത് ഇവിടെ ഉണ്ട്, പക്ഷെ അതായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സോളായിരുന്നു. ഇതിന്റെ സോള് വാഷബിൾ ആണെന്നൊക്കെ ഇങ്ങനെ ഒടിയാനൊക്കെ പാകത്തിന് വാഷബിൾ ആണെന്നും പറഞ്ഞവർ തന്നെയാണ്. 220 rupees-നാണ്. ഒരു പീച്ച് പിങ്ക് ഒരു ഷെയ്ഡാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമാണ്, ഒരു ക്യൂട്ട് സാധനം. ഒരു ക്യൂട്ട് ഹാറ്റാണ്. ഇങ്ങനെ എനിക്കുണ്ടല്ലോ, എനിക്കിതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. നല്ല ക്യൂട്ടാണ്. ഒരു ഓഫ് വൈറ്റ് കളറിലാണ്. ഇത് 2 വാങ്ങിച്ചു. ഒരെണ്ണം ഉമ്മച്ചിയും വാങ്ങിച്ചു കേട്ടോ. ഉമ്മച്ചിയുടേത് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ അല്ല, ഈ ഒരു ഷെയ്ഡൊക്കെ ആയിരിക്കും. ഈ ചെരുപ്പിന്റെ ഈ ഒരു ഷെയ്ഡിലൊക്കെ ഒരെണ്ണം വാങ്ങിച്ചു. രണ്ടും നല്ല ഷെയ്ഡാണ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഷെയ്ഡിലേക്ക് മാറിക്കോളും, പൊടിയൊക്കെ പിടിച്ച്. ഭയങ്കര രസമാട്ടോ, കംഫർട്ടബിളും ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ആണ്. ഇതിന് 200 അങ്ങനെ എന്തോ ആയത്. സ്ട്രീറ്റ് ഷോപ്പിംഗ്സ്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. കുറച്ച് കാര്യങ്ങൾ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച്, ഞാൻ പറഞ്ഞത് എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് വാങ്ങിച്ചത്, എല്ലാ സ്ഥലത്തു നിന്നും കൂടി ആയിട്ടാണ് വാങ്ങിച്ചത്. ദെൻ നെക്സ്റ്റ് വൺ മാക്സിന്റെ ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ചത് നോക്കാം. മാക്സിന്റെ ഹോം സെന്ററിൽ നിന്ന് ഫസ്റ്റ് വാങ്ങിച്ചത് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ആണ്. ഇത് 2 സെറ്റാണ്. 199 299 199 എന്തോ തോന്നുന്നു. ഇങ്ങനെ 2. ഓക്കെ, ഇതിലിനി ഫോട്ടോസൊക്കെ ഇട്ടിട്ട് വേണം. നല്ലതാട്ടോ, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കിനി ഞങ്ങളുടെ ഫോട്ടോസ് ഫ്രെയിം ചെയ്യണം. പിന്നെ ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ചത് ഇത് കിച്ചൺ ടവൽസ് ആണ്. കിച്ചൺ ടവൽസ് അല്ല, ബേസിക്കലി ടവൽസ് ആണ്. എന്ത് പേർപ്പസ് എന്നുള്ളത് നമ്മുടെ ഇതിലാണ്. ഇതിന് 4 സെറ്റാണ്. 1 2 3 4. ഈ 4 കൂടി 499 ആണ് വരുന്നത്. അപ്പൊ എനിക്ക് ആദ്യം കുറച്ച് കത്തിയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ പുറത്ത് എടുത്ത് നോക്കിയപ്പോൾ ഇത്രയും വലുതാണ്, ഒരെണ്ണം ഇത്രയുണ്ട്.
അപ്പോൾ പിന്നെ അതെനിക്ക് അത്ര കുഴപ്പമില്ല. കാരണം ഞാൻ ഇവിടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഹാൻഡ് ടവൽസ് ഭയങ്കര കുഞ്ഞതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വലുത് വേണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഭയങ്കര ക്യൂട്ടാണ്. ഇങ്ങനെ ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. ഇതാണ് നെക്സ്റ്റ് ഞാൻ മാക്സിന്ന് വാങ്ങിച്ചത്. ഇതിൻ്റെയും പ്രൈസ് ഗസ് ചെയ്യുക ഗൈസ്. ദിസ് ഇസ് ജസ്റ്റ് ഫോർ 299 rupees. ഭയങ്കര അടിപൊളിയാണ്. നല്ല തിക്ക് ഗ്ലാസ് ആണ്. നല്ല രസമുണ്ട്. ഇതിൽ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് വെച്ച് കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര ലുക്കായിരിക്കും. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇത്. അപ്പൊ അത്രയാണ് മാക്സിൽ നിന്ന് വാങ്ങിച്ചത്. ഇനി അടുത്തത് ഡിമാർട്ട് ആയിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ഡിമാർട്ടിൽ പോയിട്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് കാണിക്കാം. ഇത് ഫസ്റ്റ് കാണിക്കാനുള്ള റീസണും ഞാൻ പറയാം കേട്ടോ. ഇത് ഞാൻ സെയിം സാധനം കളർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആൻഡ് പിങ്ക് കളേഴ്സ്, 2 കളേഴ്സിൽ ഞാൻ മാക്സിന്റെ ഹോം സെന്ററിൽ കണ്ടു. ഇറ്റ് വാസ് ഫോർ 399 മാക്സിന്ന്. പക്ഷേ ഞാൻ ഇത് ഡിമാർട്ടിന്ന് വാങ്ങിച്ചത് 119 rupeesനാണ്. 119 ഞാനിത് വാങ്ങിച്ചത്. ആൻഡ് ഐ വാസ് ലൈക്ക്, അപ്പൊ എനിക്കിങ്ങനെ തോന്നി, അയ്യോ മാക്സ് കത്തിയാണോ, ഞാൻ ബാക്കിയൊക്കെ വാങ്ങിച്ചത് മണ്ടത്തരായോന്ന്. പക്ഷെ ബാക്കി വാങ്ങിച്ചൊക്കെ ഐ വാസ് സാറ്റിസ്ഫൈഡ്. ഇത് മാത്രം 119 എനിക്ക് കിട്ടി. അടുത്തത് ഇതൊരു ടിഷ്യൂ ഹോൾഡർ ആണ്. ഇത് ടിഷ്യൂ ഹോൾഡർ അല്ലാത്ത സാധനമൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ വാങ്ങിച്ചത് ടിഷ്യൂ ഹോൾഡർ ആയിട്ടാണ്. ഇത് ഉമ്മച്ചിയും വാങ്ങിച്ചു ഒരെണ്ണം. ഇതിങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ മേളിലേക്ക് പോകും. ഇങ്ങനെ നല്ല രസമല്ലേ? നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വലിയ ടിഷ്യൂ ഒക്കെ ഹോൾഡ് ആകും. ചെറിയ ടിഷ്യൂ മാത്രമല്ല, വലിയ ടിഷ്യൂ ഹോൾഡ് ആകും. എന്നിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ, ഞങ്ങൾക്ക് ഇവിടെ ടിഷ്യൂ ഭയങ്കര യൂസുള്ള കാര്യമാണ്. അപ്പോൾ അതൊരെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ഒരു ഓർഗനൈസർ ആണ് വാങ്ങിച്ചത്. ഇതിന് എത്രയാ? 129 rupeesനുള്ള ഒരു ഓർഗനൈസർ ആണ്. ക്യൂട്ട്. ഒരു ഗ്രേയിഷ് ഒരു ഷെയ്ഡും ഗോൾഡൻ ഒരു ഷെയ്ഡും കൂടി വന്നിട്ടുള്ള ഓർഗനൈസർ. ഡിമാർട്ടാട്ടോ. ഓക്കെ, അടുത്തത് ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ബില്ല് പേ ചെയ്യാൻ നിൽക്കാട്ടോ. അപ്പോഴത്തേക്ക് ഉമ്മച്ചി അവിടെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് നിനക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, നീ ഒരെണ്ണം എടുത്തോ എന്ന് പറഞ്ഞതും കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. 129 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തേലും ആവട്ടെ എടുക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ്. ഇതിൽ ബേസിക്കലി 6 കൊള്ളികളുണ്ട്, 6 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇഫ് നീഡഡ് എന്തെങ്കിലുമൊക്കെ ഇടാം. ഞാൻ വിചാരിച്ചത് ഫ്രിഡ്ജിന്റെ അവിടെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത്, കിച്ചണിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാൻ വെക്കാം എന്നൊക്കെയാണ്. പിന്നെ ഡിമാർട്ടിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റും കൂടി വാങ്ങിച്ചു. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡില് ഗ്രേ ബ്ലൂ വൈറ്റില് ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഒരു അടിപൊളി ബെഡ്ഷീറ്റ്. ഇതിന് 599 rupees ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയത്തില്ല. നോർമലി ഞാൻ ലുലുന്നാണ് ബെഡ്ഷീറ്റ്സ് വാങ്ങിക്കാറ്. അതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡിമാർട്ടിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ക്വാളിറ്റി അറിയത്തില്ല. ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇത് സ്റ്റിക്കി ഹൂക്സ് ആണ്. സീ ഗൈസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഇത് പൊട്ടിച്ച് യൂസ് കഴിഞ്ഞു. ഇവിടെ തുറന്ന് ഞാൻ ഉപയോഗിച്ചു. ഇത് ഓരോന്നും ഓരോ വെയിറ്റ് ആട്ടോ. ഇത് 3 kg വരെ ഹോൾഡ് ആവുന്നതാണ്. ഇത് 2 kg, ഇത് 5 kg, ഇത് ട്രാൻസ്പെറൻറ്റും കൂടിയാണ്. ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഷർട്ട് ആളെന്നെ വിളിച്ചിട്ട്, ചിപ്പു നീ എന്താ എനിക്ക് കൊണ്ടുവന്നെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കാക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് വേറെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. എൻ്റെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ കേട്ടോ, അവൻ്റെ അഫോർഡബിൾ റേഞ്ചിലല്ല, എൻ്റെ അഫോർഡബിൾ റേഞ്ചിൽ ഞാൻ വേറെ ഒന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിരുന്നു ഇത് വെസ്റ്റ് സൈഡിൻ്റെ ഒരു ഷർട്ടാണ്. കാണുന്നില്ലേ ഗൈസ്? ഒരു ക്രോഷേ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ, നല്ലൊരു ക്യൂട്ട് ക്രോഷേ ഡീറ്റെയിലിംഗ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോർട്ട്സും വാങ്ങിച്ചു. ഇത് രണ്ടും കൂടി നല്ല രസമുണ്ട്, പെയർ ചെയ്തപ്പോൾ നല്ല രസമുണ്ട്. ഇത് ബോത്ത് ഫോർ 1299 മനസ്സിലായല്ലോ, 1299 ആയിരുന്നു രണ്ടും. വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യോർ സപ്പോർട്ട് മീൻസ് എ ലോട്ട് ടു മീ. So until next time, this is me, Farida Bakar, signing off. Thank you.